ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പരിപ്പ് കറിയും കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു കറി നല്ലൊരു കോംബോയാണ് കേട്ടോ ഈ ഒരു ദോശയുടെ കൂടെ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ചെറുപയറും 1/4 കപ്പ് പരിപ്പ് പയറാണ് കേട്ടോ ചേർത്തത്. മൂങ് ദാൽ എന്നൊക്കെ പറയുമല്ലോ, ചെറിയൊരു പരിപ്പാണ്. ഈ ഒരു സൈസിൽ കിട്ടുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചു കൊടുത്തത്. ഇപ്പോൾ ദാ രാവിലെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ടൈം തന്നെ വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്കൊരു 3 മണിക്കൂറാണെങ്കിലും വെച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയും കൂടി റെഡിയാക്കുന്നുണ്ട്. സാധാരണ ചമ്മന്തിയേക്കാളൊക്കെ നല്ലൊരു കോംബോ ആണ് ഈ ഒരു പരിപ്പ് കറി ഈ ഒരു ദോശയുടെ കൂടെ. അപ്പോൾ ഇതാ സാമ്പാർ പരിപ്പ് ഒരു കുക്കറിലേക്ക് നല്ലതുപോലെ കഴുകി മാറ്റുന്നുണ്ട്. ഇനി വേണ്ടതൊരു 10 ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക്, എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് 1 തക്കാളി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു പരിപ്പ് കറി ഒരുപാട് വെള്ളം പോലെ അല്ല കേട്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് നെയ്യാണ് കേട്ടോ. കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മതി. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പരിപ്പ് മുകളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ 4 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കണം കേട്ടോ. തക്കാളിയും ആ ഒരു ഉള്ളിയും പരിപ്പും എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം മതി കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം. പിന്നെ കറിവേപ്പിലയും വത്തൽമുളകും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വത്തൽമുളകിന് പകരം 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. സാധാരണ ഈ ഒരു ദോശ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ദോശയാണ്. അപ്പോൾ ഈ ഒരു ദോശയുടെ കൂടെ ചമ്മന്തിയേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു പരിപ്പ് കറി ആയിരിക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു ചെറുപയറിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിൽ ഒറിഗാനോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒരു പാനിൽ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. മാവ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ ഈ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ദിവസമൊക്കെ ഇതുപോലെ ഒന്ന് വെക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് പ്രോട്ടീനൊക്കെ ഉണ്ടല്ലോ ചെറുപയറിനൊക്കെ, കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും.
വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഓട്സോ ചേർത്തിട്ടൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ ഈ ഒരു ദോശ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.